ഭാരതം സനാതന മൂല്യങ്ങളുടെ നിറഞ്ഞ കലവറ, നൂറ്റാണ്ടുകളുടെ ചൈതന്യ ഭൂമി, കാലാകാലങ്ങളായി ജനസഞ്ചയത്തിൻ്റെ അഭയകേന്ദ്രം, വ്യത്യസ്ത സംസ്കാരങ്ങളുടെ ഈറ്റില്ലങ്ങളിൽ ജനിച്ച് വളർന്ന് ഒന്നായിത്തീർന്ന ഭാരതീയർ കാലാകാലങ്ങളിലായി വൈദേശികാധിപത്യങ്ങൾക്ക് കളമൊരുക്കിയ ഛിന്നഭിന്നമായ ഭരണസിരാകേന്ദ്രങ്ങൾ കണ്ണിലെ കരടായി മാറിയത് നിസ്സംഗതയോടെ നാം നോക്കിക്കണ്ടു. ഉദാത്തമായ ചിന്തകളുടെ ചിറകുകൾ കരിഞ്ഞ ദുർബല നിമിഷത്തിൽ കടന്നുകയറിയ ബ്രിട്ടീഷ് അധിനിവേശത്തിൻ്റെ ആസുര മാന്ത്രികതയിൽ ശ്വാസം മുട്ടി വിലപിച്ച നാട്, കുടിലബുദ്ധികളുടെ സഹായത്തോടെ സൂര്യൻ അസ്തമിക്കാത്ത നാട്ടുകാർ എന്ന് സ്വയം വിശേഷിപ്പിച്ചവർ ഇരിപ്പിടമുറപ്പിച്ചത് തടുക്കാൻ ആദ്യമൊന്നും നമുക്ക് സാധിച്ചില്ല. ഇന്ത്യൻ സംസ്കാരത്തിൻ്റെ ഈടുവയ്പ്പുകളായ ആർഷഭാരത മൂല്യങ്ങളെ ഹൃദയത്തിലേറ്റി രാജ്യത്തിനു വേണ്ടി മനസ്സിനെ പാകപ്പെടുത്തിയ ധീരയോദ്ധാക്കളുടെയും രക്തസാക്ഷികളുടെയും മനസ്സിൽ സ്വാതന്ത്ര്യത്തിൻ്റെ വെഞ്ചാമരം വീശി കടന്നു വന്ന കാറ്റിന് അഹിംസയുടെ മന്ത്രധ്വനിയുണ്ടായിരുന്നു. നഗ്നനായ ഫക്കീർ എന്ന് പരിഹസിക്കപ്പെട്ട മഹാത്മജിയുടെ നിതാന്ത പരിശ്രമമുണ്ടായിരുന്നു. 1947 ഓഗസ്റ്റ് 15 ചെങ്കോട്ടയിൽ പറന്നുയർന്ന അശോക മുദ്രാങ്കിത ത്രിവർണ പതാകയ്ക്ക് സ്വാതന്ത്ര്യത്തിൻ്റെ ജീവവായുവിനെ ചലിപ്പിക്കാൻ ശേഷിയുണ്ടായിരുന്നു. നഷ്ടസംസ്കൃതിയിൽ നിന്നും പുനർജനി കൊണ്ട മാനവിക മൂല്യങ്ങൾ ഓരോ ഭാരതീയൻ്റെ മനസ്സിലും കെടാതെ സൂക്ഷിക്കുമെന്ന് വിളംബരം ചെയ്തുകൊണ്ട് സ്വാതന്ത്ര്യ പുലരിയുടെ 75ാം വാർഷിക വേളയിൽ തൃക്കൊടിത്താനം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ എളിയ പ്രവർത്തനങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കട്ടെ. झंडा ऊंचा रहे हमारा, विजयी विश्व तिरंगा प्यारा. झंडा ऊंचा रहे हमारा, विजयी विश्व तिरंगा प्यारा. सदा शक्ति सरसाने वाला, प्रेम सुधा बरसाने वाला. सदा शक्ति सरसाने वाला, प्रेम सुधा बरसाने वाला. झंडा ऊंचा रहे हमारा, विजयी विश्व तिरंगा प्यारा. वीरों को हर्षाने वाला, मातृभूमि को तनु मन सारा. वीरों को हर्षाने वाला, मातृभूमि को तनु मन सारा. झंडा ऊंचा रहे हमारा. അനന്തരിപ്പായത്തിലേക്ക് പറന്നുയർന്ന 1947 ആഗസ്റ്റ് 15 വിദേശ ശക്തികളുടെ അടിമത്തത്തിൽ നിന്ന് സ്വാതന്ത്ര്യത്തിൻ്റെ അമൃതം നുകർന്ന ആ ഒരു സമയത്ത് ഈ ദിനം നമ്മൾ ആഘോഷിക്കുമ്പോഴും ഓർമ്മിക്കുന്നതിലല്ല നമ്മുടെ രാജ്യത്തോടുള്ള സ്നേഹവും പൂർവ്വമാണ് നാം പ്രകടിപ്പിക്കുന്നത്. അനേകം പുണ്യാത്മാക്കളുടെ ത്യാഗത്തിൻ്റെ ഫലമായി കഴിഞ്ഞ 2 വർഷമായി നമ്മുടെ നാട്ടിൽ പടർന്നു പന്തലിച്ചിരിക്കുന്ന കോവിഡ് മഹാമാരി, അതുമൂലം നമുക്ക് പല ആഘോഷങ്ങൾക്ക് നിയന്ത്രണങ്ങളുണ്ടെങ്കിലും നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിന്റെ ആ ആഘോഷവേളയിൽ, നമുക്ക് സ്വാതന്ത്ര്യം ലഭിക്കേണ്ട ആഘോഷവേളയിൽ നമ്മൾ ആ നിയന്ത്രണങ്ങളെല്ലാം പാലിച്ചുകൊണ്ട് എല്ലാ സമയവും കൃത്യമായിട്ട് നമ്മൾ ഇത് ആഘോഷിക്കുന്നു. നമുക്കറിയാം, ഇന്ന് നമ്മുടെ രാജ്യത്ത് ഏറ്റവും കൂടുതൽ നമ്മുടെ രാജ്യം ഇന്ന് ലോകത്തില് വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രമാണ്. ത്രിവർണ്ണ പതാക ഉയരാത്ത ഒരു സ്ഥലം ഇന്ന് ലോകത്തിലില്ല. വന്ദേ മാതരം, വന്ദേ മാതരം. സുജലാം സുഫലാം മലയജ ശീതളാം. സസ്യശ്യാമള മാതരം, വന്ദേ മാതരം, വന്ദേ മാതരം. ശുഭ്രജ്യോത്സ്ന പുളകിതയാമിനി, പുല്ലകുസുമിത ദ്രുമദളശോഭിനി. സുഹാസിനീം
സുമധുരഭാഷിണീ സുഖദാം വരദാം മാതരം വന്ദേ മാതരം. Respected headmistress, teachers and my dear friends, every year we the people of India celebrate independence on 15th August to commemorate its independence from British rule and its birth as sovereign nation. Since the schools are shut down to the COVID-19 pandemic, the celebration will be held virtually to avoid the social gathering. Like every year, the tricolor will be unfurled from the Red Fort, Old Delhi by the Prime Minister of India as the door to the Platinum Jubilee year opens today. It must to the delight of more than 138 crore people that independent India as a nation has already made progress in many areas, especially in the field of science and space. India was able to jump to new height. The celestial dreams we have realized through big projects, including the lunar mission, are energizing new galaxies. Different religions, languages, and lifestyle are intertwined. We have been able to maintain unity and harmony. Let the idea of India be a timeless tricolor dream. The flag of dedication to that dream will be hosted today. Jai Hind. പ്രിയപ്പെട്ടവരെ നമസ്കാരം. ഞാൻ ശ്രാവണാശ്രീ. ഇന്ന് ഞാൻ നിങ്ങളുമായി പറയാൻ ഉദ്ദേശിക്കുന്നത് ഗാന്ധിജിയുടെ ദണ്ഡിയാത്രയെക്കുറിച്ചാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ പ്രൗഢഗംഭീരമായ പോരാട്ടത്തിന് തുടക്കം കുറിച്ചത് ദണ്ഡിയാത്രയോടാണ്. ബ്രിട്ടീഷ് ഇന്ത്യയിൽ ഉപ്പ് നിർമ്മാണത്തിന് നികുതി ചുമത്തിയതിൽ പ്രതിഷേധിച്ച മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ നടത്തിയ 1930 മാർച്ച് 12 ആരംഭിച്ച അക്രമരഹിത സത്യാഗ്രഹമാണ് ഉപ്പ് സത്യാഗ്രഹം എന്നറിയപ്പെടുന്നത്. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ദണ്ഡിയിലേക്ക് നടത്തിയ യാത്രയോടാണ് ഇത് ആരംഭിച്ചത്. സത്യാഗ്രഹത്തിന്റെ ഭാഗമായി 78 സന്നദ്ധ പ്രവർത്തകരും സബർമതി ആശ്രമത്തിൽ നിന്നും 390 കിലോമീറ്റർ അകലെയുള്ള ദണ്ഡി എന്ന തീരപ്രദേശത്തേക്ക് കാൽനടയായി യാത്ര ആരംഭിച്ചു. ധാരാളം സന്നദ്ധ പ്രവർത്തകർ ജാഥയിൽ അണിചേർന്നു. സരോജിനി നായിഡുവിനെ പോലെയുള്ളവരുടെ പങ്ക് ജാഥയ്ക്ക് കൂടുതൽ ഊർജം പകരുന്നു. ഉപ്പിന് മേലുള്ള നികുതിക്ക് എതിരെയുള്ള യാത്രയെക്കുറിച്ച് ലോകമെമ്പാടുമുള്ള പത്രങ്ങളിൽ ധാരാളം വാർത്തകൾ വന്നു. ഏപ്രിൽ 5 ജാഥ ദണ്ഡി കടപ്പുറത്ത് എത്തിച്ചേർന്നു. ദണ്ഡി ആലയോലികൾ കേരളത്തിലെ പയ്യന്നൂർ കടപ്പുറത്ത് പ്രതിഫലിച്ചു. 1930 ഏപ്രിൽ 13 കേളപ്പന്റെ നേതൃത്വത്തിൽ കോഴിക്കോട് നിന്ന് ആരംഭിച്ച യാത്ര ഏപ്രിൽ 23 പയ്യന്നൂർ കടപ്പുറത്ത് ഉപ്പുകുറുക്കൽ ആരംഭിച്ചു. തുടർന്ന് 1930 ജൂൺ 8 സമസ്ത കേരള ഉപ്പുദിനം മലബാറിന്റെ വിവിധ ഭാഗങ്ങളിൽ കൊണ്ടാടി. സത്യാഗ്രഹത്തിന്റെ പ്രത്യാഘാതം എന്നോണം 1931 ഗാന്ധി ഇർവിൻ സന്നദ്ധയിലെ വ്യവസ്ഥകൾ അനുസരിച്ച് ഉപ്പുണ്ടാക്കാനുള്ള അധികാരം ജനങ്ങൾക്ക് ലഭിച്ചു. അഹിംസാത്മകമായി നടന്ന ഉപ്പ് സത്യാഗ്രഹവും ദണ്ഡി യാത്രയും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ജ്വലിക്കുന്ന ഓർമ്മയായി എന്നും നിലനിൽക്കുമെന്ന് തന്നെയാണ് കഴിഞ്ഞ 9 പതിറ്റാണ്ടുകൾ സാക്ഷ്യപ്പെടുത്തുന്നത്. നന്ദി, നമസ്കാരം. നമസ്കാരം. നമ്മുടെ സ്വാതന്ത്ര്യ ദിനാഘോഷ വേളയിൽ ഗാന്ധിജിയോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട മഹത് വ്യക്തിയാണ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു. അലഹബാദിലെ കാശ്മീരി പണ്ഡിറ്റ് കുടുംബത്തിൽ മോത്തിലാൽ നെഹ്റുവിൻ്റെയും ഭാര്യ സ്വരൂപ് റാണിയുടെയും മകനായി 1889 നവംബർ 14 പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ജനിച്ചത്. ബാല്യകാലത്ത് അധ്യാപകർ വീട്ടിലെത്തി പഠിപ്പിക്കുകയായിരുന്നു. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഏറ്റവും മികച്ച വിദ്യാലയങ്ങളിൽ പ്രാഥമിക വിദ്യാഭ്യാസം നേടിയ ജവഹർലാൽ ഉപരിപഠനത്തിനായി ഇംഗ്ലണ്ടിലേക്ക് പോയി. ഇംഗ്ലണ്ടിലെ ഹാരോ സ്കൂൾ, കേംബ്രിഡ്ജിലെ ട്രിനിറ്റി കോളേജ് എന്നിവിടങ്ങളിലായിരുന്നു നെഹ്റുവിൻ്റെ സർവകലാശാല വിദ്യാഭ്യാസം. 1912 ബാരിസ്റ്റർ പരീക്ഷ പാസ്സായി ഇന്ത്യയിൽ മടങ്ങിയെത്തി. വിദ്യാഭ്യാസം കഴിഞ്ഞ് ഇന്ത്യയിലേക്കു തിരിച്ചു വന്ന നെഹ്റു അലഹബാദ് കോടതിയിൽ അഭിഭാഷകനായി ഉദ്യോഗം ആരംഭിച്ചു. ഇക്കാലയളവിൽ അദ്ദേഹത്തിന് രാഷ്ട്രീയത്തോടും താൽപ്പര്യമുണ്ടായിരുന്നു. പതുക്കെ അഭിഭാഷക ജോലി വിട്ട് നെഹ്റു മുഴുവൻ സമയം രാഷ്ട്രീയത്തിലേക്ക് ചേക്കേറി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ ഇടതുപക്ഷ ചിന്താഗതി വെച്ച് പുലർത്തുന്നവരോടൊപ്പം നിൽക്കാനാണ് നെഹ്റു താൽപ്പര്യപ്പെട്ടത്.
തൻ്റെ മാർഗനിർദ്ദേശി കൂടിയായ മോഹൻദാസ് കരംചന്ദ് ഗാന്ധിയുടെ അനുഗ്രഹത്തോടെയും മൗനസമ്മതത്തോടെയും നെഹ്റു കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായി മാറി. ബ്രിട്ടനിൽ നിന്നും ഇന്ത്യക്ക് പൂർണ്ണമായ സ്വാതന്ത്ര്യം വേണമെന്ന് ജവഹർലാൽ ഉറക്കെ പ്രഖ്യാപിച്ചു. 1928 സൈമൺ കമ്മീഷനെതിരെ ലക്നൌവിൽ പ്രകടനം നടക്കുന്നതിനിടെ പോലീസിൻ്റെ ലാത്തി ചാർജിന് വിധേയനായി. 1935 കാലഘട്ടത്തിലെ ഉപ്പ് സത്യാഗ്രഹം ഉൾപ്പെടെയുള്ള സമരങ്ങളുമായി ബന്ധപ്പെട്ട് പലതവണ അറസ്റ്റ് വഹിക്കേണ്ടി വന്നിട്ടുണ്ട്. 1935 ഫെബ്രുവരി 16 ജയിലിൽ വെച്ചാണ് അദ്ദേഹം ആത്മകഥ പൂർത്തിയാക്കിയത്. 1940 ഒക്ടോബർ 31 ഏകാംഗ സത്യാഗ്രഹം നടത്തിയതിന് പണ്ഡിറ്റ് നെഹ്റു അറസ്റ്റിലായി. 1942 ഓഗസ്റ്റിൽ ബോംബെയിൽ നടന്ന ICC സമ്മേളനത്തിൽ ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ചു. അടുത്ത ദിവസം അറസ്റ്റ് ചെയ്യപ്പെട്ടു. ഏറ്റവും ദൈർഘ്യമേറിയ ജയിൽവാസം അവസാനത്തേതും അതായിരുന്നു. ആകെ 9 തവണ ജയിലിലാക്കപ്പെട്ടു. ഗ്രന്ഥകാരൻ, സ്വതന്ത്ര ചിന്തകൻ, മനുഷ്യസ്നേഹി എന്നീ നിലകളിൽ നെഹ്റു അതുല്യനാണ്. ബ്രിട്ടൻ ജയിലിലടച്ചപ്പോൾ ജയിലറയെ വായനശാലയായി കരുതി നെഹ്റു ഗ്രന്ഥപാരായണത്തിൽ മുഴുകി. തൂലികയെ പടവാളാക്കിയ നെഹ്റുവിൻ്റെ സ്വതന്ത്ര ചിന്തയെ ചങ്ങലക്കിടാൻ സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യ ശക്തിക്ക് കഴിഞ്ഞില്ല. ആത്മകഥ, വിശ്വചരിത്ര അവലോകനം, ഇന്ത്യയെ കണ്ടെത്തൽ എന്നീ പ്രസിദ്ധ കൃതികൾ ജയിലിൽ വെച്ചാണ് നെഹ്റു രചിച്ചത്. ഒരച്ഛൻ മകൾക്കയച്ച കത്തുകൾ. 10 വയസ്സ് പ്രായമുള്ള മകൾ ഇന്ദിരാ പ്രിയദർശിനിക്ക് നെഹ്റു അയച്ച കത്തുകളാണ് ഒരച്ഛൻ മകൾക്കയച്ച കത്തുകൾ എന്ന പുസ്തകത്തിൻ്റെ ഇതിവൃത്തം. ലോകം ഒരു കുടുംബമാണെന്ന് ചിന്തിക്കാനും അതിനനുസൃതമായി പ്രവർത്തിക്കാനും പുസ്തകം പ്രേരകമാവുമെന്ന് ആമുഖത്തിൽ ചാച്ചാജി വിവരിക്കുന്നു. സ്വാതന്ത്ര്യ സമരത്തിൻ്റെ മുന്നണി പോരാളിയായി മാറിയ ഇദ്ദേഹം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ 1947 മുതൽ 1964 മരിക്കുന്നതുവരെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി സേവനമനുഷ്ഠിച്ചു. 1955 ഭാരതരത്ന നൽകി രാഷ്ട്രം അദ്ദേഹത്തെ ആദരിച്ചു. 1964 മെയ് 27 പ്രധാനമന്ത്രിയായിരിക്കെ തന്നെ അമ്മ ആ അതുല്യ പ്രതിഭ ഈ ലോകത്തോട് വിട പറഞ്ഞു. Respected teachers and my dear friends, today I am going to speak on Independence Day. Independence Day is the important day in history of India. It is celebrated on August 15 every year with great joy. On this day, in 1947, India became free from the British rule. It is our national festival and a national holiday. On this day, the Prime Minister holds the national flag at Red Fort in Delhi. The Indian Army, Navy and Air Force comprise the parade and at Red Fort. In every state, Chief Minister of that state holds the remember the sacrifice of our great freedom fighters. Everywhere, the national anthem Jana Gana Mana is sung in schools. Many cultural activities like dance, music, sports take place and sweets are distributed. I love my country very much and I am proud to be an Indian. Jai Hind. നെഞ്ചിൽ തുടികൊള്ളും ഒരു ശബ്ദം ജയ് ഹിന്ദുസ്ഥാൻ. കാശ്മീരും പഞ്ചാബും അസാമും ഒന്നല്ലോ നാം ഇന്ത്യക്കാർ. നെഞ്ചിൽ തുടികൊള്ളും ഒരു ശബ്ദം ജയ് ഹിന്ദുസ്ഥാൻ. കാശ്മീരും പഞ്ചാബും അസാമും ഒന്നല്ലോ നാം ഇന്ത്യക്കാർ.
സിന്ധു ഗംഗാ ഗോദാവരിയുടെ പുണ്യമടിഞ്ഞൊരു തീരമെൻ ഭാരതം. സിന്ധു ഗംഗാ ഗോദാവരിയുടെ പുണ്യമടിഞ്ഞൊരു തീരമെൻ ഭാരതം. ദിവ്യ സംസ്കാര തീർത്ഥജലം കൈക്കുമ്പിളിൽ ചോരാതെ കാത്തിടാം ഞങ്ങൾ. കൈക്കുമ്പിളിൽ ചോരാതെ കാത്തിടാം ഞങ്ങൾ. നെഞ്ചിൽ ഇടനെഞ്ചിൽ തുടികൊള്ളും ഒരു ശബ്ദം. ജയ്. മാണി സദസ്സിന് വന്ദനം. ആഗസ്റ്റ് 15 സ്വാതന്ത്ര്യദിനം ഓരോ ഭാരതീയനും സന്തോഷത്തോടെയും അഭിമാനത്തോടെയും ആഘോഷിക്കുന്ന ദിനം. 1947 ആഗസ്റ്റ് 15-നാണ് ബ്രിട്ടീഷുകാരിൽ നിന്നും ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത്. ഗാന്ധിജി, ജവഹർലാൽ നെഹ്റു, സുഭാഷ് ചന്ദ്രബോസ്, ഗോപാലകൃഷ്ണ ഗോഖലെ തുടങ്ങി എത്ര നേതാക്കന്മാർ, അവരൊക്കെ സഹിച്ച പീഡനങ്ങളും ത്യാഗങ്ങളും നമുക്ക് വേണ്ടിയായിരുന്നു. ഇന്ന് നാം അനുഭവിക്കുന്ന സുഖ സൗകര്യങ്ങൾ എത്രയോ രക്തസാക്ഷികളുടെ രക്തത്തിൻ്റെ മണം പുരണ്ടതാണ്. രാജ്യത്തിനു വേണ്ടി ജീവൻ അർപ്പിച്ച ധീര ദേശാഭിമാനികൾക്കായി ആദരവർപ്പിച്ചുകൊണ്ടാണ് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നത്. ഈ ദിനത്തിൽ രാജ്യത്തിനെ പുരോഗതിയിലേക്ക് നയിക്കാനും മികച്ച രാജ്യമാക്കി മാറ്റാനും നമുക്ക് ഒന്നിച്ച് പ്രവർത്തിക്കാം. നന്ദി. നമസ്കാരം, ഞാൻ അഖില രഘു. മാന്യ സദസ്സിന് വന്ദനം. ഇന്ന് ആഗസ്റ്റ് 15 സ്വാതന്ത്ര്യദിനം. ബ്രിട്ടീഷ് അടിച്ചമർത്തലിനെതിരെ പോരാടി സ്വാതന്ത്ര്യമെന്ന ഭാരതീയരുടെ അവകാശം തിരികെ നേടിയതിൻ്റെ ഓർമ്മപുതുക്കലാണ് ഓരോ ഓഗസ്റ്റ് 15-ഉം. രാജ്യത്തുടനീളം ത്രിവർണ പതാക ഉയർത്തുമ്പോൾ വേഷത്തിൻ്റെയും ഭാഷയുടെയും അതിർത്തികളെല്ലാം മറന്ന് അഭിമാനത്തിൻ്റെ കൊടുമുടിയിലെത്തും ഓരോ ഭാരതീയനും. സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യത്തിൻ്റെ അധിപരെ പോലും മുട്ടുമടക്കിച്ച നിശ്ചയദാർഢ്യത്തോടെയും ആത്മബലത്തോടെയും പോരാടിയ പൂർവികരുടെ കഥകൾ പുതുതലമുറക്കാർക്കായി വീണ്ടും വീണ്ടും മടുപ്പില്ലാതെ പറയും ഓരോ ഭാരതീയനും. ബ്രിട്ടീഷ് ഭരണം അവസാനിപ്പിച്ചതിൻ്റെയും 1947-ൽ ഇന്ത്യ ഒരു സ്വതന്ത്ര രാജ്യമായതിൻ്റെയും ഓർമ്മയ്ക്കായിട്ടാണ് ഓരോ ഓഗസ്റ്റ് 15-ഉം നാം ഇന്ത്യയെ സ്വാതന്ത്ര്യ ദിനമായി ആചരിക്കുന്നത്. ഓരോ ഓഗസ്റ്റ് 15-നും ന്യൂഡൽഹിയിലെ ചെങ്കോട്ടയിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി ദേശീയരാജ്യത്തെ അഭിസംബോധന ചെയ്യുകയും ത്രിവർണ പതാക ഉയർത്തുകയും ചെയ്യുന്നു. എല്ലാവർക്കും ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ ആൻഡ് താങ്ക് യു. रघुपति राघव राजा राम, पतित पावन सीताराम. रघुपति राघव राजा राम, पतित पावन सीताराम. सीताराम सीताराम, भज प्यारे तू सीताराम. सीताराम सीताराम, भज प्यारे तू सीताराम. ईश्वर अल्लाह तेरो नाम, सबको सन्मति दे भगवान. ईश्वर अल्लाह तेरो नाम, सबको सन्मति दे भगवान. रघुपति राघव राजा राम, पतित पावन सीताराम. रघुपति राघव राजा राम, पतित पावन सीताराम.
അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം, അവരുടെ ത്യാഗവും ചിന്തിയ ചോരയും ബലിയായി നൽകിയ ജീവന് രക്തമാകാതിരിക്കാൻ ഒരേ ഒരു ഇന്ത്യ, ഒരൊറ്റ ജനത. എല്ലാവർക്കും സ്വാതന്ത്ര്യ ദിന ആശംസകൾ. ഹലോ കൂട്ടുകാരെ, എന്റെ പേര് കാർത്തിക വേണുഗോപാൽ. ഞാൻ 6ാം ക്ലാസ്സിൽ പഠിക്കുന്നു. എന്റെ സ്കൂളിന്റെ പേര് GHSS കൊടുത്താണ്. ഞാൻ ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് ഗാന്ധിജിയെ പറ്റി ഒരു ചെറിയ പ്രസംഗമാണ്. മാൻസാസിന് എന്റെ വന്ദനം. നമ്മുടെ സ്വന്തം രാഷ്ട്രപിതാവായ മോഹൻദാസ് കരംചന്ദ് ഗാന്ധി 1869 ഒക്ടോബർ 2 ഗുജറാത്തിലെ പോർബന്ദറിൽ ജനിച്ചു. കുട്ടികൾ അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത് ബാപ്പുജി എന്നാണ്. അദ്ദേഹത്തിന്റെ പിതാവ് കരംചന്ദ് ഗാന്ധിയും മാതാവ് പുതലിബായിയുമാണ്. മോഹൻദാസിന് 7 വയസ്സുള്ളപ്പോൾ അച്ഛൻ പോർബന്ദർ വിട്ട് രാജ്കോട്ടിൽ ജോലി സ്വീകരിച്ചു. അതിനാൽ മോഹൻദാസിന്റെ പ്രാഥമിക വിദ്യാഭ്യാസം രാജ്കോട്ടിൽ ആയിരുന്നു. 13ാമത്തെ വയസ്സിൽ അദ്ദേഹം പോർബന്ദറിലെ വ്യാപാരിയായ ഗോകുൽദാസ് മകാൻജിയുടെ മകൾ കസ്തൂർബയെ വിവാഹം ചെയ്തു. ബ്രിട്ടീഷുകാരുടെ കയ്യിൽ നിന്നും നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തന്ന മഹാത്മാഗാന്ധിയെയും മറ്റ് ധീരദേശി അഭിമാനികളെയും നമുക്ക് ഓർക്കാം. എല്ലാവർക്കും എൻ്റെ സ്വാതന്ത്ര്യ ദിനാശംസകൾ. എൻ്റെ ചുരുക്കിയ വാക്കുകൾ നിർത്തട്ടെ. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. Good afternoon to the respected principal, teachers and my dear friends. My name is Nisriya Sinaj. Today I will speak on Mahatma Gandhiji. Mahatma Gandhi born on 2nd October 1869 in Porbandar, Gujarat in a Hindu family. His father Karamchand Gandhi was Chief Minister of Porbandar. He was the greatest freedom fighter. He is also called the father of the national or Rashtrapita. He always wore a simple dhoti made from Gandhi. He believed in a simple living and high thinking. He started non-cooperation and non-violence movements to gain freedom from British rule. Under his able guidance, India became free on 5th August 1945. This great leader of our country died on 30th January 1948. People from all the religions loved and respected him. Thank you. Jai Hind. ഭരിക സഹജരെ സഹന സമര സമയമായി കരളുറച്ചു കൈകൾ കോർത്ത് കാൽനടയ്ക്ക് പോകണം. ഭരിക സഹജരെ സഹന സമര സമയമായി കരളുറച്ചു കൈകൾ കോർത്ത് കാൽനടയ്ക്ക് പോകണം. ദുഷ്ടനെ വിരട്ടുവിൻ, ചട്ടമൊക്കെ മാറ്റുവിൻ, ദുഷ്ടനീതി ദുഷ്ടഭക്തിലൊട്ടുമേ നിലച്ചിടാം. ദുഷ്ടനെ വിരട്ടുവിൻ, ചട്ടമൊക്കെ മാറ്റുവിൻ, ദുഷ്ടനീതി ദുഷ്ടഭക്തിലൊട്ടുമേ നിലച്ചിടാം. അടിമയായി കിടക്കണം സഖാക്കളെ, എത്ര നാളിൽ അടിമയായി കിടക്കണം സഖാക്കളെ. പുത്രപൗത്രരെങ്കിലും സ്വതന്ത്രരായി വരേണ്ടയോ, പുത്രപൗത്രരെങ്കിലും സ്വതന്ത്രരായി വരേണ്ടയോ. ഭയം ചലിക്കണം തുല്യവേഗരായി സഹകരി. ബഹുമാനപ്പെട്ട അധ്യാപകരെ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, എല്ലാവർക്കും ഇന്ന് സ്വാതന്ത്ര്യദിന ആശംസ. ഇന്ന് രാജ്യത്തിന് 75ാം സ്വാതന്ത്ര്യ ദിനമാണ് ആഘോഷിക്കുന്നത്. 1947 ആഗസ്റ്റ് 15-ാം തീയതിയാണ് നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത്. ബ്രിട്ടീഷുകാരുടെ കയ്യിൽ നിന്ന് നമുക്ക് സ്വാതന്ത്ര്യം നടത്തുന്ന മഹാത്മാഗാന്ധിയെയും മറ്റ് ധീരദേശീയ അഭിമാനികളെയും ഈ നിമിഷത്തിൽ നാം ഓർമ്മിക്കുകയാണ്. 1869 ഒക്ടോബർ 2 ഗുജറാത്തിലെ പോർബന്ദറിലാണ് ഒരു വൈക്കം കുടുംബത്തിൽ
വൈക്കം കുടുംബത്തിൽ ഗാന്ധിജി ജനിച്ചത്. അച്ഛൻ കരംചന്ദ് ഗാന്ധി, ജനിച്ചത് മാതാവ് പുത്ലിബായി, ഭാര്യ കസ്തൂർബ ഗാന്ധി എന്നാണ്. ഗാന്ധിജിയുടെ പേരിന്റെ പൂർണ്ണം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര. അദ്ദേഹം ഇന്ത്യയുടെ രാഷ്ട്രപിതാവെന്ന് വിശേഷിപ്പിക്കുന്നത്. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാതന്ത്ര്യ ദിന ആശംസകൾ നേരുന്നു. എന്റെ ചുരുങ്ങിയ വാക്കുകൾ നിർത്തുന്നു. ജയ് ഹിന്ദ്. ബഹുമാനപ്പെട്ട അധ്യാപകരെ, പ്രിയപ്പെട്ട എൻ്റെ കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ സ്വാതന്ത്ര്യദിന ആശംസകൾ. ഇന്ന് നമ്മൾ ഭാരതത്തിൻ്റെ 75ാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുകയാണ്. നമ്മുടെ നാടിനെ 100 വർഷക്കാലം അടക്കി വരിച്ച വെള്ളക്കാരെ, നമ്മുടെ രാജ്യത്ത് നിന്ന് തുരത്തി ഒഴിച്ച നമ്മുടെ ദേശീയ നേതാക്കളെയും ആദരിക്കാം. ഇവരുടെ ദേശീയ പ്രക്ഷോഭങ്ങളുടെയും സമരങ്ങളുടെയും ഫലമായി 1947 ആഗസ്റ്റ് 15-ാം തീയതി ബ്രിട്ടീഷുകാർ നമുക്ക് സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു. ദേശസ്നേഹവും ദേശാഭിമാനവും കാത്തു സൂക്ഷിക്കുക എന്നത് കുട്ടികളായ നമ്മുടെയും കടമയാണ്. ഒരിക്കൽ കൂടി സ്വാതന്ത്ര്യദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. വന്ദേ മാതരം, വന്ദേ മാതരം, സുജലാം സുഫലാം മലയജ ശീതളാം സസ്യശ്യാമളാം മാതരം, വന്ദേ മാതരം. ശുഭ്രജ്യോത്സ്ന പുളകിതയാമിനി ഭുല്ലകുസുമിത ദ്രുമദളശോഭിനി സുഹാസിനി സുമധുരഭാഷിണി സുഖദാം വരദാം മാതരം, വന്ദേ മാതരം, വന്ദേ മാതരം. നെഞ്ചിൽ തുടികൊള്ളും ഒരു ശബ്ദം, ജയ് ഹിന്ദുസ്ഥാൻ. കാശ്മീരും പഞ്ചാബും അസാമും ഒന്നല്ലോ ഒന്നല്ലോ നാം ഇന്ത്യക്കാർ. നെഞ്ചിൽ തുടികൊള്ളും ഒരു ശബ്ദം, ജയ് ഹിന്ദുസ്ഥാൻ. കാശ്മീരും പഞ്ചാബും അസാമും ഒന്നല്ലോ ഒന്നല്ലോ നാം ഇന്ത്യക്കാർ. ഗംഗാ ഗോദാവരിയുടെ പുണ്യമടിഞ്ഞൊരു തീരമെൻ ഭാരതം. സിന്ധു ഗംഗാ ഗോദാവരിയുടെ പുണ്യമടിഞ്ഞൊരു തീരമെൻ ഭാരതം. ദിവ്യ സംസ്കാര തീർത്ഥജലം
കൈക്കുമ്പിളിൽ ചോരാതെ കാത്തിടാം ഞങ്ങൾ, കൈക്കുമ്പിളിൽ ചോരാതെ കാത്തിടാം ഞങ്ങൾ. നെഞ്ചിൽ ഇടനെഞ്ചിൽ തുടികൊള്ളും ഒരു ശബ്ദം. നമസ്കാരം. ബഹുമാനപ്പെട്ട അധ്യാപകരെ, എന്റെ പ്രിയ കൂട്ടുകാരെ, ആദ്യമായി എല്ലാവർക്കും എന്റെ സ്വാതന്ത്ര്യ ദിനാശംസകൾ. 1947 ആഗസ്റ്റ് 15-നാണ് ഇന്ത്യ എന്ന നമ്മുടെ രാജ്യം ബ്രിട്ടീഷുകാരുടെ ഭരണത്തിൽ നിന്നും സ്വതന്ത്രമായത്. ഇന്ന് നമ്മൾ ഇന്ത്യയുടെ 75ാം സ്വാതന്ത്ര്യമാണ് ആഘോഷിക്കുന്നത്. സ്വാതന്ത്ര്യ ദിനത്തിൽ ദേശീയ പതാക ഉയർത്തുകയും ദേശീയ ഗാനം ആലപിക്കുകയും ചെയ്തു. ഒരുപാട് പുണ്യാത്മാക്കളുടെ ജീവത്യാഗത്തിന്റെ ഫലമാണ് നാം നേടിയെടുത്ത ഈ സ്വാതന്ത്ര്യം. നമ്മുടെ രാഷ്ട്രപിതാവായ ഗാന്ധിജി, ജവഹർലാൽ നെഹ്റു, സുഭാഷ് ചന്ദ്രബോസ് എന്നിവരെയും ധീര ദേശാഭിമാനികളെ നാം ഈ ദിനത്തിൽ അനുസ്മരിക്കുന്നു. നാം നേടിയ സ്വാതന്ത്ര്യത്തെ ദേശാഭിമാനത്തോടും ദേശസ്നേഹത്തോടും കൂടി കാത്തു സൂക്ഷിക്കുക എന്നത് വിദ്യാർത്ഥികളായ നമ്മുടെ കടമയാണ്. അതുപോലെ രാജ്യത്തിന്റെ പുരോഗതിക്കും ഐക്യത്തിനും വേണ്ടി ഒരുമിച്ച് പ്രവർത്തിക്കാനും കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്, ജയ് ഭാരത്. ഞാൻ അനുരാഗ സജി. ഞാൻ സ്വാതന്ത്ര്യദിന ഗാനമാണ് ആലപിക്കുന്നത്. ആഗസ്റ്റ് 15-ാം തീയതി സ്വാതന്ത്ര്യദിനം ആണല്ലോ. ആഗസ്റ്റ് 15-ാം തീയതി സ്വാതന്ത്ര്യദിനം ആണല്ലോ. ഭാരത മക്കൾ നമ്മൾക്കിന്ന് അഭിമാനത്തിൻ ദിനമല്ലോ. ഭാരത മക്കൾ നമ്മൾക്കിന്ന് അഭിമാനത്തിൻ ദിനമല്ലോ. ഗാന്ധിജി, നെഹ്റുജി, നേതാജി, ആയിരമായിരം ധീരന്മാർ അടിമച്ചങ്ങല പൊട്ടിച്ച സ്വാതന്ത്ര്യ ദിനമിന്നല്ലോ. ഗാന്ധിജി, നെഹ്റുജി, നേതാജി, ആയിരമായിരം ധീരന്മാർ അടിമച്ചങ്ങല പൊട്ടിച്ച സ്വാതന്ത്ര്യ ദിനമിന്നല്ലോ. ആദരവോടെ സ്മരിക്കണം ധീരജവാന്മാരെ നമ്മൾ. ആദരവോടെ സ്മരിക്കണം ധീരജവാന്മാരെ നമ്മൾ. മൂവർണ്ണക്കൊടി പാറിക്കാം ഭാരതമാത ജയിക്കട്ടെ. മൂവർണ്ണക്കൊടി പാറിക്കാം ഭാരതമാത ജയിക്കട്ടെ. ഭാരതമാത ജയിക്കട്ടെ. ഭാരതമാത ജയിക്കട്ടെ. Respected teachers and my dear friends, today I am going to speak on Independence Day. Independence Day is the important day in history of India. It is celebrated on August 15 every year with great joy. On this day, in 1947, India became free from the British rule. It is our national festival and a national holiday. On this day, the Prime Minister holds the national flag at Red Fort in Delhi. The Indian Army, Navy and Air Force comprise the parade and at Red Fort. In every state, Chief Minister of that state holds the remember the sacrifice of our great freedom fighters. Everywhere, the national anthem Jana Gana Mana is sung in schools. Many cultural activities like dance, music, sports take place and sweets are distributed. I love my country very much and I am proud to be an Indian. Jai Hind. അസ്വാതന്ത്ര്യത്തിൻ്റെ തീച്ചൂളയിൽ വെന്തുരുകിയ ഒരു ജനത നമ്മുടെ മുൻഗാമികളായി കടന്നുപോയി. ദാരിദ്ര്യവും കഷ്ടപ്പാടും കൊടിയ യാതനകളും സഹിച്ച് നേടിയെടുത്ത സ്വാതന്ത്ര്യത്തിൻ്റെ ജീവാമൃതം ജനാധിപത്യ വ്യവസ്ഥിതിയിലൂടെ നാം അനുഭവിക്കുകയാണ്. സർവമതസ്ഥരും ഏകോദര സോദരരെ പോലെ പുലരുന്ന പൊൻപുലരികൾ ഉദിക്കട്ടെ. ഭാരതത്തിൻ്റെ അഖണ്ഡതയ്ക്കും ഐക്യത്തിനും തടസ്സം നിൽക്കുന്ന വിധ്വംസക പ്രവർത്തകരെ നമുക്ക് തുരത്താം. മഹാവ്യാധിയെ ഒന്നിച്ചു നേരിടാം. സമാധാനവും സന്തോഷവും വിളയാടുന്ന ഭാരതം, അതിനാകട്ടെ നമ്മുടെ പ്രയത്നം. ജനതയുടെ കരുത്തിലും വിശ്വാസത്തിലും ആരോഗ്യത്തിലും പരിലസിക്കുന്ന നല്ല നാളുകൾ രാജ്യത്തെ ശോഭനീയമാക്കട്ടെ. ധീരദേശാഭിമാനികളുടെയും രക്തസാക്ഷികളുടെയും മഹത് പ്രസ്ഥാനങ്ങളുടെയും ദീപ്തസ്മരണയിൽ ജ്വലിച്ചു നിൽക്കുന്ന എൻ്റെ ഭാരതം, ഈ പുണ്യപരിപാവനമായ ഭൂമിയിലെ എൻ്റെ ജന്മം ഞാൻ സഫലമാക്കും എന്ന ദൃഢപ്രതിജ്ഞയോടെ നമുക്ക് വിടവാങ്ങാം. നന്ദി, നമസ്കാരം. India, I love my India. I love my India. I love my India. वतन मेरा India, सजन मेरा India. ये दुनिया एक दुल्हन, ये दुनिया
दुनिया एक दुल्हन दुल्हन के माथे की बिंदिया। ये मेरा इंडिया, I love my India. ये मेरा इंडिया, I love my India. वतन मेरा इंडिया, सजन मेरा इंडिया, धर्म मेरा इंडिया, धर्म मेरा इंडिया। जनगण मन अधिनायक जय हे भारत भाग्य विधाता। पंजाब सिंध गुजरात मराठा द्राविड उत्कल बंगा। विंध्य हिमाचल यमुना गंगा उच्चल जलधि तरंगा। तव शुभ नामे जागे तव शुभ आशीष मांगे। गाहे तव जय गाथा जन गण मंगलदायक जय हे भारत भाग्य विधाता। जय हे जय हे जय हे जय 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 हे।